വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അതിലെ ആദ്യത്തെ പദമാണ് എന്നെ ചിന്തിപ്പിച്ചത്. അവർ അത്യുച്ചത്തിൽ. ദൈവത്തെ സ്തുതിക്കുന്ന സ്വർഗീയ ആരാധനയിൽ സ്തുതിക്ക് യോഗ്യനായ ദൈവത്തെ അത്യുച്ചത്തിലാണ് അവർ മഹത്വപ്പെടുത്തുന്നത്. ഒന്നാമത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്, സ്തുതിക്ക് യോഗ്യനായ ഒരു ദൈവമായതുകൊണ്ടാണ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. രണ്ടാമത്തെ കാര്യം, അവർ അത്യുച്ചത്തിലാണ് ദൈവത്തെ സ്തുതിക്കുന്നത് എന്ന് പറഞ്ഞാൽ പരിമിതികൾ ഒന്നും അവരുടെ മുമ്പിലില്ല. ദൈവത്തിൻ്റെ നന്മകളെ ഓർക്കുമ്പോൾ, ദൈവത്തിൻ്റെ വിടുതലുകളെ ഓർക്കുമ്പോൾ പരിസരങ്ങളൊന്നും ഓർക്കുന്നില്ല. അവർ ഉച്ചത്തിൽ, അത്യുച്ചത്തിൽ അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. മൂന്നാമത്, അവർക്ക് ലക്ഷ്യമൊന്നു മാത്രമാണ്. സർവസ്തുതിക്കും സ്തോത്രത്തിനും ബഹുമാനത്തിനും യോഗ്യനായ ദൈവത്തെ മാത്രമാണ് അവർ കാണുന്നത്. അതുകൊണ്ട് അവരുടെ ശബ്ദമല്ല അവരുടെ പ്രാധാന്യം. അതുകൊണ്ട് അവർ അത്യുച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ കേന്ദ്ര വിഷയം എന്താണ് എന്നുള്ളതാണ് ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകവും.